ITR ഫയലിംഗ് ഒക്കെ ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്യാറായി. ഇപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്കാണ് ന്യൂ ടാക്സ് റെജിമും ഓൾഡ് ടാക്സ് റെജിമും തമ്മിൽ. ഗവൺമെന്റ് എന്തിന് ന്യൂ ടാക്സ് റെജിം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കി ആക്ച്വലി ഇന്ത്യയുടെ മുഴുവൻ എക്കണോമിക് മോഡൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. നമുക്കൊന്ന് പഴയ ഇന്ത്യയും പുതിയ ഇന്ത്യയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യും. 1990s വരെ ഇന്ത്യയുടെ എക്കണോമിക് മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ സേവ് ചെയ്തോളൂ, ഗവൺമെന്റ് എക്കണോമി ബിൽഡ് ചെയ്തു. അതുകൊണ്ടാണ് ഓൾഡ് ടാക്സ് റെജിമിൽ ഗവൺമെന്റ് ആളുകളെ ഫോഴ്സ്ഫുള്ളി സേവിങ്സിന് പ്രേരിപ്പിച്ചത്. LIC, PF, NSE, ടാക്സ് സേവിംഗ് FD, ഹോം ലോൺ ഇതിനൊക്കെയും ഡിഡക്ഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് ഹ്യൂജ് റെയിൽവേസ്, ഇതിനൊക്കെ ഗവൺമെന്റിനും ബാങ്ക്സിനും ഈസി മണി, ബട്ട് ഇന്ത്യൻ എക്കോണമിയിൽ ഒരു അപ്ഷിഫ്റ്റിംഗ് സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്ലോലി ഒരു കൺസംഷൻ എക്കോണമിയിലേക്ക് മാറി വന്നു. അതുകൊണ്ട് തന്നെ എക്കോണമി റൺ ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്പെൻഡിങ് ആവശ്യമായിട്ട് വന്നു. കാരണം GDPയുടെ കൂടുതൽ പോർഷനും ഇപ്പോൾ കൺസ്യൂമർ സ്പെൻഡിങ് ആയിട്ട് മാറി. സോ അതൊരു എക്കോണമിക്കൽ ഇംബാലൻസിലേക്ക് പോയേക്കാം. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇതുപോലുള്ള റെഗുലേഷൻസും ഇതുപോലുള്ള മാറ്റങ്ങളും ഇപ്പോൾ കൊണ്ടുവന്നത്. ഓൾഡ് ടാക്സ് റെജിമിലെ ടാക്സ് സേവിംഗ് ബെനിഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആളുകൾ LIC, ELSS പ്ലാൻസ് എടുക്കും. സോ ഇതൊക്കെ ലോക്ക് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. സ്പെൻഡിങ് കുറയും. ബട്ട് എക്കോണമിക്ക് വേണ്ടത് ലോക്ക്ഡ് മണി അല്ല, ആക്റ്റീവ് സ്പെൻഡിങ് ആണ്. ന്യൂ ടാക്സ് റെജിമിലെ ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് ഡിക്റ്റേറ്റ് ചെയ്യില്ല, അത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. സോ ലോവർ ടാക്സ് റേറ്റ്, ഫ്യൂവർ ഡിഡക്ഷൻസ് ആൻഡ് സിംപ്ലർ ഫയലിംഗ്. നിങ്ങളൊരു 5-year ടാക്സ് സേവിംഗ് FD ഓ ELSSലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മണി അവിടെ ലോക്ക്ഡ് ആവും. മറിച്ച് സ്പെൻഡ് ചെയ്താൽ GST കളക്ഷൻസ് കൂടും, ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും, ജോബ് ക്രിയേഷൻ കൂടും, എക്കോണമി ആക്റ്റീവായി റൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ന്യൂ ടാക്സ് റെജിം വഴി ഗവൺമെന്റ് കൂടുതൽ സിംപ്ലർ ആക്കാൻ ശ്രമിക്കുന്നത് ട്രാൻസ്പാരൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. സിംപ്ലർ ടാക്സ് സിസ്റ്റം, ഈസിയർ കംപ്ലയൻസ്, ഫ്യൂവർ ഡിഡക്ഷൻസ് ഒക്കെ ആയാൽ ഈസി ടു മാനേജ്, ഈസി ടു ഓട്ടോമേറ്റ് ആൻഡ് ഈസി ടു ട്രേസബിൾ ആയി മാറും. ഈ ഡാറ്റാസ് ഉപയോഗിച്ച് ഗവൺമെന്റിന് എത്ര ടാക്സ് കളക്ഷൻ കിട്ടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.